കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗ്യാപ്പ് റോഡിന് സമീപം വീണ്ടും കാറിന്റെ ഡോറിലിരുന്ന് യുവാക്കളുടെ അഭ്യാസ പ്രകടനം. പത്തനംതിട്ട രജിസ്ട്രേഷനിലുള്ള വാഹനത്തിലായിരുന്നു അഭ്യാസ പ്രകടനം. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം കാറിലുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ തന്നെ ഇന്നും പത്തനംതിട്ട രജിസ്ട്രേഷനുള്ള ഒരു വാഹനത്തിൽ ഒരു യുവാവ് ഡോറിൽ കയറിയിരിക്കുകയും ഫോൺ പിടിച്ചുകൊണ്ട് സാഹസികമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യുന്നതാണ് കാണാൻ കഴിയുന്നത്. പിന്നാലെ വന്ന വാഹനയാത്രികർ തന്നെയാണ് പകർത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗ്യാപ്പ് റോഡിന് സമീപം വീണ്ടും കാറിന്റെ ഡോറിലിരുന്ന് യുവാക്കളുടെ അഭ്യാസ പ്രകടനം. പത്തനംതിട്ട രജിസ്ട്രേഷനുള്ള വാഹനത്തിലായിരുന്നു അഭ്യാസ പ്രകടനം. രാഹുൽ പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. അവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഒരു സംഘം യുവാക്കൾ ഒരു ആൾട്ടോ കാറിൽ, പത്തനംതിട്ട രജിസ്ട്രേഷനിലുള്ള ആൾട്ടോ കാറിൽ ഒരു യുവാവ് ഡോറിൽ കയറിയിരിക്കുകയും ഒരു കൈകൊണ്ട് മൊബൈൽ ഫോൺ പിടിച്ച് സാഹസികമായി ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യുന്നത് കാണുന്നത്. അപകടകരമായ രീതിയിലാണ് വാഹനം ഓടിക്കുന്നത്. പിന്നാലെ വന്ന വാഹന യാത്രികരാണ് ഈ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽ ഈ ദൃശ്യങ്ങൾ പെട്ടിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ നടപടിയെടുക്കുന്ന ഘട്ടത്തിലേക്ക് പോകും എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പും പറഞ്ഞിരിക്കുന്നത്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.